ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു പപ്പായ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ഇതിന് പപ്പായ എന്നാ പറയൽ, കർമൂസ എന്നൊക്കെ പറയും. നിങ്ങളവിടെ എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ എടുത്തിട്ടുള്ളത് പപ്പായ, മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ചൂടായ പാനിലേക്ക് കടുക് ഇട്ടുക. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. അതൊരു ബ്രൗണിഷ് ആകുമ്പോൾ അതിലേക്ക് മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇടുക. നന്നായി വഴറ്റി കൊടുക്കുക. ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. നമുക്ക് എരിവനുസരിച്ച് സ്പൂണിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇവിടെ ഞങ്ങൾക്ക് നല്ല എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് 2 സ്പൂൺ എരിവ് ഇട്ടിട്ടുണ്ട്. പിന്നെ കാശ്മീരി, തീരെ എരിവ് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അത് കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യാം. അതൊക്കെ ഓപ്ഷനിലാണ്, ആർക്കും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർത്തിക്കുന്നത് 1 സ്പൂണ് അച്ചാർ പൊടിയാണ്. അച്ചാർ പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച കഴുകി വെച്ച പപ്പായ ഇടുക. നന്നായി മസാലയിൽ മിക്സ് ചെയ്യുക. ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അവസാനമായിട്ട് സുർക്കയും കറിവേപ്പില നല്ലവണ്ണം പൊടിച്ചിട്ട് അരിഞ്ഞ പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കുക. വീട്ടിൽ പെട്ടെന്ന് ഒരു ചോറിൻ്റെ കൂടെ അച്ചാർ കഴിക്കണം എന്നൊക്കെ നമുക്ക് തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ, പപ്പായ വീട്ടിലുള്ളതാണ്, ബാക്കിയൊക്കെ വീട്ടിലുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യും.